Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Miss. Good afternoon, ma'am. Okay, നമ്മള് ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോ നമ്മൾ ലബോറട്ടറിയുടെ ആ ഒരു ഹൈറാർക്കി വരെയാണ് ലാസ്റ്റ് നിർത്തിയത്. ദെൻ ജസ്റ്റ് ആ പൊസിഷൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ ആണ്. ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജ്. ആ ലബോറട്ടറിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൂപ്പർവൈസർ, അതിന് താഴെ ജനറൽ സൂപ്പർവൈസർ, then MLT, medical laboratory technician, and last one phlebotomist. Okay. പദവിയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. Infrastructure of the laboratory changes with the needs of clinical research service provided by the laboratory. ഇപ്പൊ നമുക്കറിയാം എല്ലാ ലബോറട്ടറിയിലും നമ്മൾ പറഞ്ഞു ഒരേപോലെ ആയിരിക്കുമോ? നിങ്ങൾ പോയിട്ടുള്ള ലബോറട്ടറികൾ എല്ലാം ഒരുപോലത്തെയാണോ? കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ലബോറട്ടറിയിൽ? എല്ലാം ഒരേപോലെയാണോ? എല്ലാ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ ടെസ്റ്റുകളും സെയിം എല്ലാ ലബോറട്ടറിയിലും ഒരേപോലത്തെ ടെസ്റ്റുകളൊക്കെ തന്നെയായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ആണോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്ന വ്യത്യാസങ്ങള്? നമുക്കറിയാം അല്ലെ, ചെറിയ വലിയ കുറച്ചും കൂടി ഹൈടെക് ആയിട്ടുള്ള ലബോറട്ടറി ആണെങ്കിൽ അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും, അതിനുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മുടെ ചെറിയൊരു അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ മാത്രമുള്ള കുഞ്ഞു ലബോറട്ടറികളൊക്കെ ഉണ്ടാകും. സോ ഇവിടെ പറയുന്നത് ക്ലിനിക്കൽ റിസർച്ച് അല്ലെ, അതായത് ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഓരോ എല്ലാ ലബോറട്ടറിയിലും ഒരേപോലെ ആയിരിക്കില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക. But basic needs should meet the regulatory and international standards. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരിക്കണം. അതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ ലബോറട്ടറിയും പ്രൊവൈഡ് ചെയ്യുന്നത്. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. ഇനി ഒരു ലബോറട്ടറിയിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് അവിടുത്തെ ക്വാളിറ്റി റിസർച്ച് ഡാറ്റയാണ്. അതായത് അവിടെ എങ്ങനെയാണ് ഗുണനിലവാരം ഉണ്ടോ എന്ന് അഫക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, കാര്യക്ഷമമായിട്ടുള്ള അവരുടെ വർക്കേഴ്സിനെയും അത് ബാധിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സൗകര്യങ്ങളും ആയിരിക്കണം ഒരു ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത്. The management of laboratory is responsible for providing sufficient resources to staff to guarantee efficient working of a laboratory. ഒരു ലബോറട്ടറിയില് നല്ലൊരു ഗുഡ് വർക്കിംഗ് നടക്കണമെങ്കിൽ മാനേജ്മെന്റ് എന്ത് വേണം? സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള വർക്ക് ആ ലബോറട്ടറിയിൽ നടക്കുകയുള്ളൂ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേട്ടോ. The management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of the laboratory. Okay, ഇപ്പൊ മാനേജ്മെന്റ് ആണ് നമ്മൾ അവിടെ ഒരു വർക്കിംഗ് എഫിഷ്യന്റ് ആകണമെങ്കിൽ അതിനായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത് വേറെ ഒന്നുമില്ല, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ലബോറട്ടറിയിൽ അവിടുത്തെ എക്യുപ്മെന്റ്സുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും ചേഞ്ച് ഉണ്ടാകും എങ്കിലും അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ എന്ത് വേണം? നല്ലൊരു വർക്കിംഗ് ലബോറട്ടറി ആകണമെങ്കിൽ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അടിസ്ഥാന സൗകര്യങ്ങൾ അത്രയും പറയുന്നുള്ളതിൽ അതിൽ മെയിൻ ആയിട്ടുള്ളത് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കാം. അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്.
Okay, then next one നോക്കാം. Good laboratory design should examine the following. ഒരു നല്ലൊരു ലബോറട്ടറി നമ്മൾ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ഒരു നല്ലൊരു ലബോറട്ടറി ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലെ? എന്തൊക്കെയാണ് ഒരു നല്ലൊരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ? നിങ്ങളുടെ ഐഡിയകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഒരു നല്ലൊരു ടെക്സ്റ്റ് ബുക്കിൽ ആരും നോക്കേണ്ട പോയിന്റ്സ് അല്ലാതെ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻസ് ഉണ്ടാവില്ല, അഭിപ്രായങ്ങൾ പറയുക. ഒരു നല്ലൊരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ലബോറട്ടറിയിൽ പോകാറുണ്ട് അല്ലെ? നിങ്ങൾ എങ്ങനെയാണ് അത് നല്ലൊരു ലബോറട്ടറി ആണെന്ന് അറിഞ്ഞിട്ടാണോ പോകുന്നത്? എന്തൊക്കെയാണ് വേണ്ടത്? ക്വാളിറ്റി ടെസ്റ്റിംഗ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് വേണ്ടത് ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ? എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫെസിലിറ്റീസുകൾ വേണം. വേറെ എന്തൊക്കെയാണ്? ആലോചിച്ച് നോക്കി. ഒരു ലബോറട്ടറിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ലബോറട്ടറിയിൽ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണാറ്? എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല. ഫെസിലിറ്റിയും ഇത്രയും കാര്യങ്ങളൊക്കെ മതിയോ? ഇത്രയും മതിയോ? ടെസ്റ്റുകൾ വേണം. ഓക്കെ, ഓൾറെഡി ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. വേറെ എന്തൊക്കെയാണ്? ക്ലീൻ ആയിരിക്കണം. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ് അല്ലെ? എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണം. വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല. അത്രയും കിട്ടുന്നുള്ള ആലോചിച്ചിട്ട് ഓക്കെ നോക്കാം. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല പോയിന്റ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈനേജ്. Signage within or outside the facility should be made available. അല്ലേ? ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി അതിന് എന്താണ്? ഒരു സൈൻ ബോർഡ് വേണം, ഒരു സൈനേജ് വേണം. ലബോറട്ടറിയുടെ പേരുണ്ടാവില്ലേ? വലിയൊരു ഫ്ലെക്സ് പോലെ സൈൻ ബോർഡ് ഉണ്ടാകും അല്ലേ? ലബോറട്ടറിയുടെ പേര്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൈൻ ബോർഡിൽ കാണുന്നത്? ഇനി എപ്പോഴെങ്കിലും ലബോറട്ടറിയിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോന്ന് നോക്കാം. Signage within or outside the facility, ഉള്ളിൽ അല്ലെങ്കിൽ പുറത്തോ സൈൻ ബോർഡ് വെക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ്? That consists of following informations. നെയിം ഉണ്ടാകും ഇല്ലേ? നെയിം കാണാറുണ്ടോ നിങ്ങള്? ലബോറട്ടറിയുടെ പേര് കൊടുക്കും. ചിലപ്പോൾ നീതിയിലാണ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ലബോറട്ടറിയുടെ പേര് കൊടുക്കും. Then registration number അല്ലെ? ലൈസൻസ് ഉണ്ടോ? രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. Then service offered. എന്തൊക്കെ ടെസ്റ്റുകളാണ് കൊടുക്കുന്നത്? ചിലപ്പോൾ ടെസ്റ്റുകളുടെ ഫീസും കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ലബോറട്ടറിയും ലഭ്യമാകണമെന്നില്ല കേട്ടോ. എങ്കിലും ചില ലബോറട്ടറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോ ടെസ്റ്റുകളുടെ പേര് എഴുതിയിട്ടുണ്ടാകും. ദെൻ അതിന് എത്രയാണ് ഫീസ് വരുന്നുണ്ടാകും. ദെൻ വർക്കിംഗ് അവേഴ്സ് അല്ലെ? എത്ര ടൈം വരെ? ഇപ്പോൾ ഒരു മോർണിംഗ് 8 AM to 6 PM എത്രയാണ് മോർണിംഗ് അവേഴ്സിന്റെ വർക്കിംഗ് അവേഴ്സിന്റെ ടൈം എഴുതി കാണും. ദെൻ കോൺടാക്ട് നമ്പർ ഉണ്ടാകും. ഫീസ് ഓർ ഡിഫറെന്റ് ടെസ്റ്റേഴ്സ് അല്ലെ? നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നുണ്ട് അവര്. ദെൻ അതിന്റെ ഫീസ് എത്രയാണ്? ദെൻ സർവീസസ്, ബാക്കി സേവനങ്ങൾ, അവർ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് ഒരു ലബോറട്ടറിയുടെ സൈൻ ബോർഡിൽ എഴുതുന്നത്. ഇതെല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും. ഇനി ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലും ലബോറട്ടറിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ലബോറട്ടറി കാണുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോൺടാക്ട് നമ്പർ ഇതൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കോ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മൾ ചെന്ന് നോക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യമാണ് നമ്മൾ പറയുന്നത് നല്ലൊരു ഡിസൈൻ ആയിട്ട് ചെയ്യേണ്ട ഗുഡ് ലബോറട്ടറിക്ക് വേണ്ട ആദ്യത്തെ കാര്യമാണ് സൈനേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. യൂസ് സേഫ്റ്റി സൈനേജസ് ആസ് ആപ്ലിക്കബിൾ അല്ലേ? ഹെൽത്തി ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം എന്ന്. അതായത് നമ്മൾ ഇപ്പോ പ്രൊഹിബിഷൻ അല്ലെങ്കിൽ നോ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈനേജ് ബോർഡുകൾ വെക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മള് കെമിക്കൽ സൈനേജ് ബോർഡുകൾ പഠിച്ചായിരുന്നു. എവിടെയാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ബയോമെഡിക്കലല്ലേ നമ്മൾ കുറച്ച് സൈനേജ് ബോർഡുകൾ പഠിച്ചോ? കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈനേജ് ബോർഡുകളൊക്കെ വെച്ചല്ലോ. അപ്പൊ അതുപോലെ ഇപ്പൊ പേഷ്യന്റിനെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഏരിയകളും അങ്ങനെയുള്ള ഹസാർഡ്സ് സോൺസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സൈനേജുകൾ വെക്കുക, സൈൻ ബോർഡുകൾ വെക്കുക. Then emergency plans, that means fire, chemical spillage, lab accidents, etc. and disaster management plans.
എമർജൻസി പ്ലാൻസുകൾ വെക്കണം എന്ന്. അതായത് ഇപ്പൊ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കുക. അതുപോലെ തന്നെ കെമിക്കൽ സ്പില്ലേജോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള പ്ലാൻസ്, മീൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള മുൻകൂട്ടിയുള്ള പ്ലാനിങ്സ് ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്ലാൻ, ഡിസാസ്റ്ററിനോട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഓൾറെഡി ദുരന്ത നിവാരണത്തിനായിട്ടുള്ള പ്ലാൻസുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. നെക്സ്റ്റ് കോൺസ്റ്റന്റ് പവർ സപ്ലൈ. എന്താ കോൺസ്റ്റന്റ് പവർ സപ്ലൈ എന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ? അതിനായിട്ടുള്ള ഇപ്പൊ ഇൻവെർട്ടറോ അങ്ങനെയുള്ള സംഭവങ്ങൾ, മീൻസ് കറണ്ടിലാണല്ലോ നമുക്കറിയാമല്ലോ ലബോറട്ടറിയിൽ ഒത്തിരി എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതെല്ലാം കറണ്ടിലാണ്. സോ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി അവിടെ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ എന്തെങ്കിലും പ്രോസസ്സിന്റെ ഇടയിൽ കറണ്ട് ഒക്കെ പോകാൻ പാടില്ല. സോ അതിനായിട്ടുള്ള ജനറേറ്റർ, വെന്റിലേറ്റർ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ സജ്ജീകരിച്ചിരിക്കണം. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ്, വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര ആൻഡ് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ് അല്ലെ? അത്യാവശ്യം വേണ്ടുന്ന വെന്റിലേഷൻ സൗകര്യങ്ങൾ ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റ് കൺട്രോൾ, മീൻസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ചിലപ്പോൾ ചില ലാബിലൊക്കെ ടെമ്പറേച്ചർ, AC, ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? സോ അതൊക്കെ കൺട്രോൾ ചെയ്യാം. ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ്, അത്യാവശ്യത്തിനുള്ള നമ്മൾ സ്കാൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടോ? ലബോറട്ടറിയിൽ പോകുമ്പോഴേ ഇപ്പൊ സ്കാനിങ്ങിന് മറ്റൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ് ആയിരിക്കില്ലേ? നിങ്ങൾ പോകുന്ന ലാബിലൊക്കെ അങ്ങനെയാണോ? നല്ല അത്യാവശ്യം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകും അല്ലേ? സോ അങ്ങനെയുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പൊ ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി 5 പോയിന്റ് പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് സൈനേജ് അല്ലെ? അതായത് ഒരു നെയിം ബോർഡ് നെയിം ഉണ്ടായിരിക്കണം, രജിസ്ട്രേഷൻ നമ്പർ വേണം. പിന്നെ അവർ കൊടുക്കുന്ന സർവീസസുകള്, വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ഓരോ സർവീസസും അതിന്റെ ഫീസ് കൊടുക്കണം. അതാണ് ഒരു സൈനേജ് ബോർഡിൽ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി സൈനേജുകൾ, സുരക്ഷാ ബോർഡുകൾ, സൈനുകൾ നമ്മൾ വെക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത് എമർജൻസി പ്ലാൻസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷനോ കെമിക്കൽ സ്പില്ലേജോ ലാബ് ആക്സിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനുള്ള പ്ലാൻസ് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ മറ്റു എന്തെങ്കിലും ദുരന്ത സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്ലാൻസ് തയ്യാറാക്കുക. കോൺസ്റ്റന്റ് പവർ സപ്ലൈ, സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി ഉണ്ടായിരിക്കണം. ഫിഫ്ത് വൺ പറഞ്ഞത് വെന്റിലേഷൻ വേണം, എൻവയോൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ. 5 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ 5 പോയിന്റ്? ഓക്കെ. ഇന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് 5 പോയിന്റ് വായിക്കാം. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാം. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് 5 പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത 6ാമത്തെ പോയിന്റ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് റെഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ? റെഫറൽ സെന്റേഴ്സ് അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ചില ടെസ്റ്റുകൾ നമ്മൾ ആ ലാബിൽ തന്നെ ചെയ്യും. പക്ഷെ അവർ അതിന്റെ റിസൾട്ട് മീൻസ് നമ്മൾ അതിന്റെ ടെസ്റ്റിങ്ങിന് അവർ അവരുടെ തന്നെ മറ്റേതെങ്കിലും ബ്രാഞ്ചിലേക്ക് ആയിരിക്കും അവർ അയക്കുന്നത്. കാരണം അവിടെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല. സാമ്പിൾ നമ്മളുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളിത് സാമ്പിൾ അയച്ചു കൊടുത്തിട്ട് മറ്റേതെങ്കിലും അവരുടെ തന്നെ ബ്രാഞ്ചോ സെയിം ബ്രാഞ്ചിലേക്കോ അങ്ങനെ അയച്ചു കൊടുത്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെഫറൻസ് സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ലാബ് ട്രാൻസ്പോർട്ട് സ്പെസിമെൻ സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്.
ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ കണ്ടോ, സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്. ഈ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് റെഫറൽ സെന്റേഴ്സിലോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. Then large area that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. അല്ലേ, പ്രോപ്പർ ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് കൊടുത്തിരിക്കണം ലബോറട്ടറിയുടെ ആ ഒരു പരിസരത്തും അതിനുള്ളിൽ. എന്തൊക്കെയാണ് കാർസിനോജൻസ്, അതായത് കെമിക്കൽസ് ആണത്. കാർസിനോജൻസ്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് റേഡിയോഐസോട്ടോപ്പ്, ബയോഹസാർഡ്സ്, ലേസേഴ്സ്. ഇതിനെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു വാർണിംഗ് സൈൻസുകൾ നമ്മൾ ലബോറട്ടറിയുടെ ഉള്ളിൽ എന്തായാലും സജ്ജീകരിച്ചിരിക്കണം. Then to eschew cross contamination, the basic infrastructure facilities should have separated designated area for reception, for specimen collection, for waiting, work area, disposal area, cleaning of glassware, toilet facility for staff and for patients. അതായത് എസ്ക്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എസ്ക്യൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. കണ്ടാമിനേഷൻ, മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഏരിയയുടെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കണം എന്ന്. ഇപ്പൊ നിങ്ങൾ ലബോറട്ടറി പോകുമ്പോൾ വലിയൊരു റൂമായിട്ട് അവിടെ തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? അങ്ങനെയാണോ? ലബോറട്ടറിയിൽ ചെല്ലുമ്പോഴേ ഒറ്റൊരു ഹാള് മാത്രമാണ് ഉണ്ടാവുക? അല്ല, എങ്ങനെയാണത്? നമ്മൾ ചെന്ന് പേഷ്യന്റിനെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയ. ദെൻ അവിടെ ഇരുന്നിട്ടാണ് ദെൻ സ്പെസിമെൻ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു സെക്ഷനിലോട്ട് പോകും. ഇല്ലേ, ആണോ? ലബോറട്ടറിയിൽ പോയിട്ടില്ല നിങ്ങള്? അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ ഇരിക്കും. ഇതിന് അവർ നമ്മൾ വിളിക്കുമ്പോഴാണ് നമ്മൾ സ്പെസിമെൻ കളക്ഷൻ അവര് സ്പെസിമെൻ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു മീൻസ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വേറൊരു റൂമിലേക്ക് മാറും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. അവർ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്ന ഒരു ഏരിയ ഉണ്ടാകും. ദെൻ നമ്മൾ ഈ ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയകൾ, വേസ്റ്റുകൾ പറ്റുമ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാകും. ദെൻ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, അതായത് ഈ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് ഉണ്ടല്ലോ, ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാകും, സ്റ്റാഫിനും പേഷ്യൻസിനും പോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി. അപ്പൊ ഈ കണ്ടാമിനേഷൻ, മലിനീകരണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റഡ് ഏരിയ ആയിട്ട് നമ്മൾ രൂപീകരിക്കേണ്ടത്. അല്ലാതെ ഒരു ഒറ്റ ഹോളായിട്ട് അവിടെ തന്നെ പേഷ്യന്റ് ഇരിക്കുക, സാമ്പിൾ എടുക്കുക, ടെസ്റ്റ് എടുക്കുക, ടോയ്ലറ്റ് ഫെസിലിറ്റികളും എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമോ? ഇല്ലേ, പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ക്രമീകരിക്കുക. Then last one, specimen sample slide storage facility including cold storage whenever applicable. Only authorized personnel should have access to examination area, record keeping area. അല്ലേ, എക്സാമിനേഷൻ ഏരിയ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു ഏരിയയിലോട്ടും അതുപോലെ തന്നെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഏരിയയിലോട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ പ്രവേശനം അനുവദിക്കാൻ പാടുള്ളൂ. അല്ലെ, ഇപ്പൊ നമ്മള് പേഷ്യന്റ് എവിടെയാണ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ സാമ്പിൾ കളക്ട് സാമ്പിൾ നമ്മൾ ഇരുന്നാറായിട്ട് നമ്മളൊന്ന് അകത്തേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അവിടെ പുറത്തു വന്ന് വെയിറ്റ് ചെയ്തിരിക്കും റിസൾട്ടിന് വേണ്ടി. ഇല്ലേ, അല്ലാതെ അവര് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പാടുണ്ടോ? എങ്ങനെയാ ടെസ്റ്റ് ചെയ്തത് നോക്കാൻ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പോയി നോക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല, അതിനകത്തേക്ക് ആരെയും പ്രവേശനം അനുവദിക്കില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമേ എക്സാമിനേഷൻ ഏരിയയിലോട്ടും അല്ലെങ്കിൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഏരിയയിലോട്ടും പ്രവേശനം പാടുള്ളൂ. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സാമ്പിളുകൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയയിലോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈനിന് വേണ്ടത്. ഒരു നല്ലൊരു ലബോറട്ടറി രൂപകൽപ്പന ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെയുള്ള പോയിന്റ്സുകൾ ഒന്ന് വായിക്കുക കേട്ടോ. എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. സ്പെസിമെനും സാമ്പിളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ബാറട്ടല്ല എഴുതിയിരിക്കുന്നത്. സ്പെസിമെൻ നമ്മളിപ്പോ എന്താണ് യൂറിനും ബ്ലഡ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് സ്പെസിമെനും സാമ്പിളും. ഓക്കെ, ക്യാൻസറിനോട് വെച്ചാൽ കെമിക്കൽസുകളൊക്കെയാണ്. ഇപ്പൊ ക്യാൻസറിന് വരെ സാധ്യതയുള്ള കെമിക്കൽസുകൾ. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സുകള്. ഗുഡ് ലബോറട്ടറി ഡിസൈൻ. ഓക്കെ, ഓക്കെയാണോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, ഉറക്കത്തിലാണോ? ഉച്ച കഴിഞ്ഞ് ഉറക്കം വരുന്ന സമയമൊക്കെയാണല്ലോ. ഓക്കെ, ആരും ഉറക്കത്തിലല്ലോ അല്ലാലോ? എല്ലാരും ഇല്ല ക്ലാസ്സില്? ഓക്കെ, നോക്കാം ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലബോറട്ടറി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പലതരത്തിലുള്ള ലബോറട്ടറികൾ ഉണ്ട്. നോക്കാം. Medical laboratories, according to NABL, are divided into 4 as below. NABL നമ്മള് അടിസ്ഥാനത്തിലുള്ള ലബോറട്ടറിയിൽ നമ്മൾ മെയിൻ ആയിട്ടും 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 5 എന്ന് പറയുന്നുണ്ട്. സൈസസിന്റെ അനുസരിച്ച് നമുക്ക് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി NABL ഫുൾ ഫോം ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. NABL എന്താ ഫുൾ ഫോം അറിയാമോ? അറിയാമെങ്കിലും ഇല്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നാഷണൽ ഞാൻ പറയാം, എഴുതിയെടുത്തോളല്ലോ. നാഷണൽ അക്രഡിറ്റേഷൻ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ചാൽ മതി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ BOARD. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ National Accreditation Board for testing and calibration laboratories. Laboratories ഒരു സർട്ടിഫിക്കറ്റ് ബോഡി പോലത്തെ ഒരു മീൻസ് ഒരു എന്താ പറയാ, ലബോറട്ടറി ഒക്കെ ഇതിന്റെ കീഴിലാണ് നമ്മൾ IMA എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ലബോറട്ടറീസിന്റെ ഒരു നേബലിന്റെ കീഴിലാണ് നമ്മുടെ ലബോറട്ടറീസ് ഒക്കെ വരുന്നത്. കംപ്ലീറ്റ് ചെയ്ത് ഒന്നുകൂടി പറയണോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ടൈപ്പ് ചെയ്യണോ നിങ്ങൾ? ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. ഞാൻ നിങ്ങളെ എഴുതിയോളാം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ നേബില് 4 ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ലെവൽസ് ഓഫ് ലബോറട്ടറിനെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് പേരുകൾ നോക്കാം കേട്ടോ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്, ദെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അപ്പൊ സൈസസുകളാണ് 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മൾട്ടിപ്പിൾ ലൊക്കേഷനുകൾ വരുന്നുണ്ട്. നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്നും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ പ്രീവിയസ്ലി ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുക, അതോടൊപ്പം തന്നെ പഠിക്കുക വേണം. നോക്കാം. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത് നോക്കാം. സ്മോൾ സൈസ്ഡ് a laboratory that receives samples of up to 100 patients participants per day. ഒരു ദിവസത്തിൽ ഒരു 100 പേഷ്യൻസിന്റെ വരെ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതാണ് ഒരു സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. ആ എണ്ണമാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സൈഡിൽ ഒരു കുഞ്ഞു നോട്ട് പോലെ എഴുതി വെക്കാം. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പത്തിന്. ഓക്കെ, എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് പോലെ എഴുതി വെക്കാം കേട്ടോ. സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ പെർ ഡേ അപ് ടു 100 പേഷ്യൻസിന് വരെ സ്വീകരിക്കുന്നത്. അതായത് 100 പേഷ്യൻസിന്റെ സാമ്പിൾ വരെ നമ്മൾ കളക്ട് ചെയ്യുന്ന തരത്തിലുള്ള ലബോറട്ടറി ആണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ മീഡിയം സൈസ്. സ്മോളിനേലും കുറച്ചുകൂടി വലുതാണ് അല്ലെ, മീഡിയം സൈസ്ഡ് എന്ന് പറയുമ്പോൾ a laboratory that receives sample up to 101 to 400 patients participants per day. 100 വരെയാണ് നമ്മുടെ സ്മോൾ സൈസിൽ നോക്കിയത്. Then 101 അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. Then 400 101 മുതൽ 400 വരെ പേഷ്യൻസിന്റെ സാമ്പിള് ഒരു ദിവസത്തിൽ കളക്ട് ചെയ്തതാണ് മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. Then next one large size.
മീഡിയത്തിനായാലും കുറച്ചും കൂടി കൂടുതലായി അല്ലേ? അപ്പൊ നമ്മള് മീഡിയത്തിൽ പറഞ്ഞത് 400 പേഷ്യൻസിന് വരെയാണ് ഒരു ദിവസം നോക്കുന്നത്. വീണ്ടും അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 401 2000 patient or participant per day. 401 മുതൽ 1000 പേഷ്യൻസിന് വരെ സാമ്പിൾ ഒരു ദിവസത്തിൽ നമ്മൾ ശേഖരിക്കുന്നതാണ് ലാർജ് സൈസ് ലബോറട്ടറി എന്ന് പറയുന്നത്. വെരി ലാർജ് സൈസ് കുറച്ചും കൂടി വലിയ ഒരു സൈസ് ആയിട്ടുള്ളത് ലബോറട്ടറി റിസീവ്സ് മോർ ദാൻ 1000. 1000 കൂടുതൽ സാമ്പിൾസ് നമ്മൾ ഒരു ദിവസം സ്വീകരിക്കുന്നതാണ് വെരി ലാർജ് സൈസ്. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അതായത് a laboratory having more than one location in the same district with the same legal identity. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ DDIC എന്നൊരു ലബോറട്ടറി ആണെങ്കിൽ അവരുടെ തന്നെ പല ബ്രാഞ്ചുകളും ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പരിചയമായിരിക്കും അവരുടെ തന്നെ സെയിം. ഇപ്പൊ DDIC എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ അപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒത്തിരി ഉണ്ടാകും അല്ലെ? ചിലപ്പോൾ നിങ്ങൾ കൗൺസിലിനോട് അത് കഴിഞ്ഞ് കുറച്ച് നീക്കിയിട്ട് അടുത്തൊരു പ്ലേസിൽ ഉണ്ടാകും അല്ലെ? അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആ സെയിം ഐഡന്റിറ്റിയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ തന്നെ ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും ആ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് നെയ്ബല് 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. 4 എന്ന് പറയുന്നത് സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ് സൈസില്, വെരി ലാർജ് സൈസില്, മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടത് എത്ര സാമ്പിൾസ് ആണ് ഒരു ദിവസത്തിൽ അവർ ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ആണ് ഒരു ദിവസത്തിൽ വരുന്നത്. ഓക്കെ, ഇതിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എന്താണ് a laboratory that receives sample of up to 101 to 400 patient per patient participants per day. Identify which size of അല്ലെ, identify which type of laboratory എന്ന് ചോദിക്കാം. സ്മോൾ സൈസ്ഡ് ആണോ, മീഡിയം സൈസ്ഡ് ആണോ, ലാർജ് സൈസ്ഡ് ആണോ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദിക്കാം. ഒരു ലാർജ് സൈസില് ലബോറട്ടറിയില് ഒരു എന്താണ് പെർ ഡേയില് എത്ര സാമ്പിൾസ് ആണ് റിസീവ് ചെയ്യുന്നത്. 2 രീതിയിലും ചോദ്യം ചോദിക്കാം. സോ ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈ ഹാർട്ട് എഴുതിനെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ സൈഡിൽ ആ നമ്പേഴ്സ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ ആണോ? ടെക്സ്റ്റിൽ തന്നെ സൈഡിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെക്കാം. ആ ഒരു എത്രയാണ് നമ്പേഴ്സ് മാത്രം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് തിരിച്ചു മറിച്ചും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് എഴുതാൻ വേണ്ടിയാണ് എല്ലാവരും ഒരു പേനയോ പെൻസിലോ കയ്യിൽ എടുക്കുക കേട്ടോ. ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പെൻസിലോ പേന കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാലോ. ഓക്കെ, അതിന് താഴെ സ്പേസ് ഉണ്ടോ? ടെക്സ്റ്റിലോ സൈഡിലോ താഴെ എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കും. നമുക്ക് എഴുതിക്കോളൂ. സ്മോൾ സൈസിൽ എഴുതാം. ആദ്യം സ്മോൾ സൈസിൽ എഴുതാം. സ്മോൾ സൈസിൽ എഴുതിക്കൊണ്ട് ഹൈഫൻ ഇട്ടിട്ട് 100 പേഷ്യൻസ്. 100 പേഷ്യൻസ്. എത്ര പേഷ്യൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? 100 പേഷ്യൻസ്. അല്ലെങ്കിൽ 100 എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല കേട്ടോ. സെക്കൻഡ് മീഡിയം സൈസിൽ എഴുതാം. മീഡിയം സൈസിൽ എഴുതിക്കൊണ്ട് ഹൈഫൻ ഇട്ടിട്ട് എത്രയാണ്? 101 to 400 എന്ന് എഴുതാം. 101 to 400. Then next large size എഴുതാം. ലാർജ് സൈസ് 401 to 1000. ലാർജ് സൈസ് 401 to 1000. Then very large size more than 1000. ഓക്കെ, എഴുതിയോ? അപ്പൊ കുറച്ചുകൂടി എളുപ്പമായില്ലേ പഠിക്കാനായിട്ട്? എളുപ്പമായോ? ഇപ്പൊ നമുക്ക് ആ ഒറ്റ നോട്ടത്തിലെ നമ്പേഴ്സും ആ സൈസും മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്പോസിറ്റ് ചോദിച്ചാലും തിരിച്ച് മറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റും. ഓക്കെ, ഒരു 5 times നമ്മൾ പേര് വെച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഒരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. 5 പ്രാവശ്യം വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 5 പ്രാവശ്യം വായിക്കാൻ പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വായിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിരിക്കണം. 5 times. ഓക്കെ, വായിച്ചോളൂ. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ അറിയാലോ, സെയിം ഐഡന്റിറ്റിയിൽ വരുന്നതാണ്. നമ്പേഴ്സ് ആണോ കുറച്ചും കൂടി പ്രാധാന്യത്തിൽ ചോദിക്കാറുണ്ടോ?
5 times വായിക്കാം. അതനുസരിച്ച് മനസ്സിലോട്ട് പതിയണം. അത് നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിനാണ് 5 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വായിച്ചോ 5 times? പഠിച്ചോ? വായിച്ചോന്നല്ല, പഠിച്ചോ? പഠിച്ചെല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കുകയും വേണ്ട, കാരണം നിങ്ങളുടെ മനസ്സിൽ അത് പതുങ്ങി കഴിഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ടീച്ചർ വായിച്ചു നോക്കി പഠിക്കണം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ നോക്കാം, എക്യുപ്മെന്റ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ലബോറട്ടറി എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ്. നോക്കാം, each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kinds of tests performed. ഓരോ ലബോറട്ടറിയും ആ ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള ലിസ്റ്റുകളുടെ എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റുകൾ തയ്യാറാക്കണം, അല്ലെ? അവിടുത്തെ ലബോറട്ടറി ഡിപെൻഡിങ് ഓൺ കൈൻഡ്സ് ഓഫ് ടെസ്റ്റ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് പെർഫോം നടത്തുന്നത്. സോ ആ ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. Equipment consists of hardware and software instruments. Equipment എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് ഉണ്ടാവാം, ഹാർഡ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവാം. മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, ഇതെല്ലാം നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. Then the following should be made sure. ഒരു എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ, അതായത് ഒരു ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. പോയിന്റ് ആണ് നോക്കാം. പോയിന്റുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതൊന്നും ബൈപ്പാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമില്ല, അല്ലെ? ഇതിന് ബുദ്ധിമുട്ടായിരിക്കാം. കുറച്ച് പോയിന്റ്സുകൾ അധികം ഉണ്ട്, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. നിങ്ങൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. ഇല്ലേ, താഴെ എന്താണ് എക്യുപ്മെന്റ്സുകള് രൂപകൽപ്പന ശേഷി, എന്താണ് ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെ ചൂസ് ചെയ്യാണ്. ആ ഒരു ഉപകരണത്തിന് ഇപ്പൊ ഏത് ടെസ്റ്റിനാണ് ഏത് എക്യുപ്മെന്റ് വേണ്ടത്, അതിനായിട്ടുള്ള കറക്റ്റ് ആവശ്യത്തിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. അതിന്റെ രൂപകൽപ്പന ഡിസൈൻ ഒക്കെ നോക്കിയിട്ട് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതാണോ, അങ്ങനെ ഓരോ ടെസ്റ്റിനുള്ള എക്യുപ്മെന്റ്സ് ആവശ്യകതകൾ നോക്കിക്കൊണ്ട് വേണം, രൂപകൽപ്പനയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ റിക്വയർമെന്റ്സ്. Then second one, all equipment should be qualified before it is taken for clinical use. ചികിത്സാപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഇത് വർക്കിംഗ് ആണോ, ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്, അല്ലെ? നമ്മൾ ആ ഒരു ടെസ്റ്റിന്റെ സമയത്ത് ചിലപ്പോൾ എക്യുപ്മെന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ചാർജ് പോയി കാണും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വേണം, ഓൾറെഡി മുൻകൂട്ടി തന്നെ നമ്മൾ നോക്കാം എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെ? നമ്മള് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് ക്വാളിഫൈഡ് ആണോ, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, വർക്കബിൾ ആണോ എന്നൊക്കെ നോക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത്, all equipment should be in usable condition in at all times. എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന കണ്ടീഷൻസിലാണോ എന്ന് ചെക്ക് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചാർജ് ഒക്കെ ഇല്ലെങ്കിൽ അത് ഫുൾ ചാർജ് ഒക്കെ ആക്കാം. ഫുൾ ടൈം അത് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തും. Then regular inspection, cleaning and maintenance of equipment should be performed.
റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താം. വർക്കബിൾ ആണോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം, അതിന്റെ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ദെൻ ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. ഇപ്പൊ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ എക്യുപ്മെന്റ്സിലൊക്കെ ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ദെൻ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ചെയ്യുക. Maintenance performed as per recommendation of manufacturer or more as required. Example with overuse or aging of equipment. Aging of equipment. അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ യൂസ് മൂലം എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നേക്കാം. സോ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഒരു മീൻസ് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ലബോറട്ടറീസ് അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 4 പോയിന്റ് ആണ് പറഞ്ഞത്. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി, ബാക്കി അടുത്ത പോയിന്റ് വായിച്ചതിന് ശേഷം പറയാം. ഓക്കെ, ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിൽ ബോറാക്കണ്ടല്ലോ, വായിച്ചോളൂ. ഫസ്റ്റത്തെ 4 പോയിന്റ് എക്യുപ്മെന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. അതിൽ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ പറയാനില്ല, മാക്സിമം അത് ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക. ഫസ്റ്റത്തെ 4 പോയിന്റ് വായിക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് നമ്മൾ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് ചെക്ക് ചെയ്യുക. അതായത് ബാറ്ററി ഉണ്ടോ അല്ലെങ്കിൽ ചാർജ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആ സമയത്ത് വന്നുകൊണ്ട് എല്ലാം നോക്കേണ്ടത്. മറിച്ച് നമ്മൾ അത് തുടങ്ങുന്നതിന് ടെസ്റ്റിങ്ങിനൊക്കെ മുന്നായിട്ട് തന്നെ നോക്കാതെ എല്ലാം ക്ലിയർ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യന്റ് വന്നു ടെസ്റ്റിങ്ങിൽ എടുക്കുമ്പോൾ എക്യുപ്മെന്റ് വർക്ക് ആവില്ലെങ്കിൽ അത് പ്രശ്നമാണ്. സോ നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാം സെറ്റ് ആക്കി വെക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റത്തെ 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ആ 4 പോയിന്റ് മാത്രം വായിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. 5ാമത്തെ പോയിന്റ് നോക്കാം. Laboratories should maintain needful inspection for operation, maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ, ലബോറട്ടറിയുടെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതിന് നമ്മൾ എന്ത് വേണം? ഒരു SOP രൂപത്തില് പ്രവർത്തനങ്ങളുടെ പരിപാലനവും എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം. SOP എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഫോം എഴുതിക്കോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടൊക്കെ എഴുതില്ലേ, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, ഓരോ എക്യുപ്മെന്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് SOP എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഫുൾ ഫോം എഴുതി വെക്കാം കേട്ടോ. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ, SOP വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഘട്ടങ്ങളായിട്ടൊക്കെ എഴുതാം.
A copy of the same should be made available near the equipment. എക്യുപ്മെന്റിന്റെ അടുത്തായിട്ട് തന്നെ ഈ SOP രൂപത്തിലുള്ള ഇതിന് കോപ്പി കൂടി വെക്കണം. നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ ATM-ൽ കയറാറില്ലേ ക്യാഷ് എടുക്കാനായിട്ട്? പോയിട്ടുണ്ടോ? ATM-ൽ പോകാറുണ്ടോ? യെസ്. അവിടെ എങ്ങനെയാണ് നമ്മൾ ആ ATM നമ്മൾ ATM കൗണ്ടറിന്റെ ബാക്കിലായിട്ട് ഭിത്തിയില്ല എങ്ങനെയാണ് നമ്മള് പ്രോസസ്സും കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ടാകും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്ന് ചേഞ്ച് ആക്കണമെങ്കിലോ ദെൻ നമ്മൾ കാർഡുകൾ ഇടുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുണ്ടാകും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ചെറിയൊരു ഫോർമാറ്റിലായിരിക്കും അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വിശാലമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ല, ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് ഒരു പ്രോസസ്സ് പോലെ എഴുതി കാണാം ഇല്ലേ? അതിനാണ് ഈ SOP ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്? ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? SOP ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കേണ്ടത് അതിനെ നമ്മൾ ചെറിയ ചെറിയ ഘട്ടം ഘട്ടമായിട്ട് എഴുതുന്നതിനെയാണ് SOP എന്ന് പറയുന്നത്. അപ്പൊ അത് SOP ഫോമിലും ഉണ്ടായിരിക്കണം, അതിന്റെ ഒരു കോപ്പി നമ്മുടെ എക്യുപ്മെന്റിന്റെ എഴുത്തും ഉണ്ടായിരിക്കണം. അപ്പൊ അത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഫുൾ ഫോം എഴുതിയോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എഴുതിയില്ലേ എല്ലാവരും? ഓക്കെ. Then next one, all equipment should undergo calibration and verification. എല്ലാ എന്താണ് എക്യുപ്മെന്റ്സും കപ്പാസിറ്റി ഉണ്ടോ, കാലിബ്രേഷൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ ആണോ, ഓക്കെ കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. Then next one, maintenance contracts including warranty cards, telephone numbers of personnel needs to be contacted in the event equipment of malfunction should be kept safely but within reach for the user. Equipment malfunction ആകുമ്പോൾ malfunction ആകാന്ന് വെച്ചാൽ എന്താണ്? malfunction എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ എന്താണ് എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ മെയിൻ്റനൻസ് ചെയ്യുന്ന നോൺ ഫങ്ഷനിങ് അല്ലെ, അപ്പൊ ഒരു വാറന്റി കാർഡ് ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോ വീട്ടില് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ വാറന്റി കാർഡ് കിട്ടും നമുക്ക് ഇല്ലേ? കിട്ടാറില്ലേ? എന്തിനാ ഈ വാറന്റി കാർഡ് തരുന്നത്? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വാറന്റി കാർഡ് കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഉണ്ട്. എന്താണ് പ്രയോജനം? പിന്നെ നമ്മളൊരു മിക്സി വാങ്ങിച്ചു, ഫ്രിഡ്ജ് വാങ്ങിച്ചു, ഒരു വാറന്റി കാർഡ് തരികയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എക്സ്ചേഞ്ച് ചെയ്യാനോ ഇനി എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ആ വാറന്റി കാർഡ് ഉപയോഗിച്ചിട്ട് ഇത്ര വർഷം വാറന്റി ഉണ്ടാകും. സോ അതിന് മുന്നായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫ്രീ സർവീസ് ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് തരും ഇല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് മാനുഫാക്ചറിങ് സംഭവിക്കുകയാണെങ്കിൽ ഈ വാറന്റി കാർഡ്സ് വേണം. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ, പേഴ്സണൽ നീഡ്സ് ടു കോൺടാക്ട് ദ ഇവന്റ് ഓഫ് എക്യുപ്മെന്റ്, അതായത് നമുക്ക് അവരെ വിളിക്കാനായിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനീനെ വിളിക്കാനായിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ തന്നെ വാറന്റി കാർഡും എക്യുപ്മെന്റ്സിന്റെ അരികിൽ അല്ലെങ്കിൽ യൂസറിന്റെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോ വേണമെങ്കിലും ചിലപ്പോൾ മാനുഫാക്ചർ ആയി പോകാം. സോ ആ ടൈമിൽ വാറന്റി കാർഡ് വേണം, then അദ്ദേഹത്തിന്റെ നമ്പർ വേണം, അവരെ വിളിച്ചിട്ട് വേണം അത് റിപ്പയർ ചെയ്യിക്കാൻ. സോ അത് എപ്പോഴും അടുത്ത് ഉണ്ടായിരിക്കണം, കയ്യിൽ ദൂരത്തുണ്ടാവുന്നതാണെന്ന് പറയും അല്ലേ? ലാസ്റ്റ് വൺ, യൂസർ മാനുവൽ ഷുഡ് ബി റീഡ്ലി അവൈലബിൾ ഫോർ റെഫറൻസ്. അതുപോലെ തന്നെ യൂസർ മാനുവൽ എപ്പോഴും ലഭ്യമായിരിക്കണം. യൂസർ മാനുവൽ എന്ന് വെച്ചാൽ എന്താണ്? SOP പോലെ തന്നെ എങ്ങനെയാണ് ഇപ്പൊ നമ്മള് നിങ്ങൾ മിക്സിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തെന്ന് വിചാരിക്കാം, പുതിയൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ തരും, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് കിട്ടാറില്ല. എങ്ങനെ ചെറിയൊരു കുഞ്ഞു ബുക്ക് പോലെ ഉണ്ടാകും. അതാണ് യൂസർ മാനുവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ഉപയോഗക്രമം കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ലബോറട്ടറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാൻ ആ പോയിന്റ്സും എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. ആവശ്യത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക. All equipments should be qualified before it is taken for clinical use. ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് എല്ലാം ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. All equipment should be in usable condition at all time. എല്ലാ ടൈമിലും യൂസബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. Regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as recommendation of manufacturer most required over use of aging of equipment. Inspection വേണം, ക്ലീനിങ് ഒക്കെ കൃത്യമായിട്ടും ചെയ്തിരിക്കുക.
Laboratories should maintain needful instruction for operation and maintenance of equipment in the form of SOP. Standard operating procedure formally ചെയ്യുക. A copy of the same should be made available near equipment. അതിന്റെ ഒരു കോപ്പി എക്യുപ്മെന്റ്സിന്റെ അരികിലായിട്ട് ഉണ്ടായിരിക്കണം. Then all equipment should undergo calibration and verification. Then maintenance contracts including warranty cards, telephone numbers of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. The user manual should be readily available for references. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഒരു ലബോറട്ടറിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ പോയിന്റ്സുകൾ ഒന്ന് വായിക്കാം. ദെൻ വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? എക്യുപ്മെന്റ്സ് വായിച്ചോ? ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ ഒരു നമ്മുടെ ലബോറട്ടറിയിൽ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ പ്രൊസീജിയേഴ്സും പോളിസീസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ ഓരോ ഘട്ടമായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിള് ലേബൽ ചെയ്യുന്നതും അതിന്റെ ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സോ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? Specimen should be attached with at least 2 unique identifiers. Example, name, age. അല്ലെ, നമ്മൾ സ്പെസിമെൻ കൊടുക്കുമ്പോൾ ആ സ്പെസിമെൻ ഇപ്പൊ നമ്മൾ ഓർമ്മിക്കണമെങ്കിൽ ആ ബോർഡിലുള്ള പേഷ്യന്റിന്റെ നെയിം എഴുതിയിട്ടുണ്ടാവും, ഏജ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. Then specimen labeling using barcodes. Then specimen label ചെയ്യുമ്പോൾ barcodes വെച്ചിട്ട് നമുക്ക് ലേബൽ ചെയ്യാണ്. So it's an option that may decrease errors. നമ്മൾ പേരിൽ അങ്ങനെ എന്തെങ്കിലും എററുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർകോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ബാർകോഡ് യൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എറേഴ്സും കാര്യങ്ങളൊന്നും വരില്ല. Then third one, label may include following details. ഇനി ലേബലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്: പേഷ്യൻസ് നെയിം, ഏജ് ആൻഡ് ജെൻഡർ, പേഷ്യന്റ് ഐ ഡി. അല്ലെ, പേഷ്യന്റ് ഐ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലെ ഐ ഡി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ നെയിമും ഡീറ്റെയിൽസുകളും. ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതൊക്കെ ടെസ്റ്റുകളാണ് എഴുതിയിരിക്കുന്നത്. ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്തിട്ടുള്ള ടൈമും ആ ദിവസം, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പേഷ്യന്റിന്റെ ഐ ഡി ഉദ്ദേശിച്ചിട്ട് അവിടുത്തെ ഒരു ഐ ഡി നമ്പർ അങ്ങനെ എന്തെങ്കിലും തരുന്നതാണ് കേട്ടോ. നെയിം, ഏജ്, ജെൻഡർ, പേഷ്യന്റ് ഐ ഡി, ടെസ്റ്റ് റിക്വയർഡ്, ഏത് ടെസ്റ്റ് ആണോ, then time and date of specimen collection.
ആ സ്പെസിമെൻ കളക്ട് ചെയ്തിട്ടുള്ള ടൈമോ അതിന്റെ ഡേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസ് വരുന്നത്. പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, വായിച്ചോ? ലേബൽ മേ ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ലേബൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നെക്സ്റ്റ് വൺ, രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. റിക്വസിഷൻ ഫോമിന്റെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. The requisition form should be finished by the doctor. Underline ചെയ്യാം കേട്ടോ. Requisition form finish ചെയ്യുന്നത് ഡോക്ടർ ആണ്. The requisition form should be finished by the doctor, health worker, doctor or health worker ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തേക്കാം. Requesting the test are sent together with the specimen patient to the laboratory. അപ്പൊ ഡോക്ടർ ആണ് ഏത് ടെസ്റ്റ് ആണ് പേഷ്യന്റിന് എഴുതേണ്ടതെന്നൊക്കെ എഴുതിക്കുന്നത്. അതാണ് റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ദെൻ പേഷ്യന്റിനെയും സ്പെസിമെന്റും കളക്ട് ചെയ്തിട്ട് ലബോറട്ടറിയിലോട്ട് ഈ ഒരു റിക്വസിഷൻ ഫോമും കൂടി പേഷ്യന്റിന്റെയും സ്പെസിമെന്റിന്റെയും ഒപ്പം റിക്വസിഷൻ ഫോമും കൂടി ലബോറട്ടറിയിലേക്ക് നമ്മൾ അയക്കണം. അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സാമ്പിളും എടുത്തിട്ട് വേണം ദെൻ ഈ റിക്വസിഷൻ ഫോമും ഉണ്ടായിരിക്കണം. ദെൻ ഏത് ടെസ്റ്റ് ആണെന്ന് ഡോക്ടറാണ് എഴുതിയിരിക്കുന്നത്, ആ ഒരു റിക്വസിഷൻ ഫോമും കയ്യിൽ ഉണ്ടായിരിക്കണം. Then the patient's identity, age, location, date and time of specimen collection, investigation, requested and source of sample. Sample for culture and histopathology should also be included. അതായത് ഇപ്പൊ നമ്മൾ സോഴ്സസ് എടുക്കുമ്പോൾ, അതായത് ഇപ്പോ കൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഹിസ്റ്റോപാത്തോളജി രോഗകാരണം കണ്ടെത്താനൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ്, ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ ഇതെല്ലാം അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് റിക്വസിഷൻ ഫോമിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. റിക്വസിഷൻ ഫോം ഓരോ സെക്ഷനിലും വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ലബോറട്ടറിയിലെ പോളിസീസും പ്രൊസീജിയേഴ്സ് ആണ്. അത് ഓരോരോ പ്രൊസീജിയേഴ്സിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. വായിച്ചോ? സെക്കൻഡ് വൺ റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ,
അപ്പൊ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം. ഇപ്പൊ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു ഇത്, ആണോ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സും കൂടി മിസ് തന്നെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. ഒരു ഹാഫ് അവർ കൂടി എടുക്കും. കാരണം പോർഷൻസ് ഈ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് ഇനി ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇല്ലേ? ബാക്കി എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയില്ലേ? ഇനി അതിന്റെ ഒരു പോർഷൻ ഈ ഒരു ചെറിയ ചാപ്റ്റർ മാത്രമേ നമുക്ക് ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ. സോ നെക്സ്റ്റ് അവർ ഒരു മീൻസ് ഒരു അരമണിക്കൂർ കൂടി മിസ് തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ചെയ്യില്ല, കുറച്ച് സെക്ഷനും കൂടി ഒന്ന് എടുത്ത് വെക്കാം. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ ബ്രേക്ക് വേണമെങ്കിൽ നമുക്കൊരു 5 or 10 minutes ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് വേണോ? കുറച്ച് ഉച്ച സമയമല്ലേ, കുറച്ച് പേരെങ്കിലും ഉറക്കമൊക്കെ വന്നിട്ടുണ്ടാകുമോ? വേണ്ടെന്നാണോ? കുഴപ്പമില്ല, ഒരു 5 minutes ബ്രേക്ക് എടുത്തോളൂ. ഓക്കെ, ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിക്കോളും. ഓക്കെ, ദെൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് ആരും പോകരുതും. ക്ലാസ് ഉണ്ട്, അരമണിക്കൂർ കൂടി ക്ലാസ് ഉണ്ടായിരിക്കും. സോ ഒരുപാടൊന്നും എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. അരമണിക്കൂർ കൂടി ഇത് കണ്ടിന്യൂ ചെയ്യും. ദെൻ ഒന്ന് വെള്ളം കുടിച്ചത് ഫ്രഷ് ആയിട്ട് വന്നോളൂ. ബ്രേക്ക് എടുക്കാം, ഒരു 5 minutes ബ്രേക്ക് തരാം. ഓക്കെ, ദെൻ ആരും പോകരുതും. ഞാൻ എത്ര പേരുണ്ടെന്ന് എണ്ണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ല. ഓക്കെ, ബ്രേക്ക് എടുത്തോളൂ കേട്ടോ.
ഓക്കെ, എല്ലാവരും വന്നോ? ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് എല്ലാം കുറഞ്ഞോ? എല്ലാവരും ഉണ്ടോ? ഓക്കെ, ദെൻ നോക്കാം. ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് തരണമല്ലോ. കണ്ടിന്യൂസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറാവട്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഉച്ച സമയമാണല്ലോ, ഒരു കാര്യം തന്നെ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എന്നെ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഇനി ബോറിംഗ് ഒക്കെ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു ചെറിയൊരു ബ്രേക്ക് തന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സില് സാമ്പിൾ ലേബലിംഗ് ഡോക്യുമെന്റേഷനും കണ്ടു. ദെൻ റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഈ സാമ്പിളുകൾ പേഷ്യന്റിൽ നിന്നും സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണ്? All specimens should be checked on receiving in the laboratory for fitness for test. These checks should include suitable container, quantity, volume in case of blood urine sample, quality of sample in the case of tissue samples, any leakage, etc. നമ്മൾ ലബോറട്ടറിയിൽ എന്താണ് നമ്മൾ സ്പെസിമെൻ സ്വീകരിക്കുമ്പോൾ അത് ഫിറ്റ്നസ് ആണോ, ടെസ്റ്റ് ചെയ്യാനായിട്ട് അത് ഫിറ്റ്നസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഇപ്പൊ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ കൃത്യ അളവിലുണ്ടോ? ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു അളവുണ്ട്, അത്രയും അളവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ കൃത്യമായിട്ടുള്ള വോളിയത്തിലാണോ? ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ യൂറിനൊക്കെ ആണെങ്കിലും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. അതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെക്ക് ചെയ്താലും അതിന്റെ റിസൾട്ട് അത് എന്താണ് മീൻസ് അപ്രോപ്രിയേറ്റ് ആവണമെന്നില്ല. സോ കൃത്യമായിട്ടുള്ള കണ്ടെയ്നറിൽ കൃത്യമായിട്ടുള്ള ഒരു വോളിയത്തിലാണോ? അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സാമ്പിൾ. ഇനി ഇപ്പൊ ടിഷ്യൂസിന്റെ ഒക്കെ സാമ്പിൾസ് ആണെങ്കിൽ ആ ടിഷ്യൂസിനൊക്കെ എന്താണ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ലീക്കേജസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടെയ്നേഴ്സിലൊക്കെ ആണെങ്കിൽ എന്താണ് ലീക്കേജസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മൾ സാമ്പിള് റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിക്കാം. Then records should be kept for acceptance, rejections with reasons and actions specified. ഇനി നമ്മളറിയാം ലബോറട്ടറി റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ സ്പെസിമെൻ സ്വീകരിക്കുന്നതും അവിടേക്ക് വരുന്ന പേഷ്യൻസുകളുടെ റെക്കോർഡ്സ് ഡീറ്റെയിൽസിലൊക്കെ ഉണ്ടാകും. സോ ഈ റെക്കോർഡിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സ്പെസിമെൻസിന്റെ ഡീറ്റെയിൽസും അതിന്റെ റീസൺസും അതിന്റെ ആക്ഷൻസുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. Of all samples received in the laboratory. ലബോറട്ടറിയിലേക്ക് വരുന്ന സാമ്പിൾസിന് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ടെങ്കിലും റിജക്ട് ചെയ്തതാണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡിൽ എഴുതിയിരിക്കണം. As per the criteria defined earlier. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. അക്സെപ്റ്റൻസ് ആയാലും റിജക്ഷൻസ് ആയാലും നമ്മൾ ആ ഒരു പേഷ്യന്റ് റെക്കോർഡിൽ എഴുതുക. Then last one പറയുന്നത് if ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ. ഇനി ഇപ്പൊ ലബോറട്ടറി നമ്മളൊരു സാമ്പിൾ കൊണ്ടുവന്നിട്ട് അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോർമഡ് ദ പേഷ്യന്റ് ഡോക്ടർ ആസ് നീഡഡ് ഫോർ റീകളക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിന് പോയിട്ട് സാമ്പിൾ കൊണ്ടു കൊടുത്തു, ചിലപ്പോൾ അത് പല കാരണങ്ങളാലും റിജക്ട് ചെയ്യാം. ചിലപ്പോൾ അതിന്റെ വോളിയം കുറവായിരിക്കാം, അല്ലെങ്കിൽ കണ്ടെയ്നർ ലീക്കേജ് ഉണ്ടാകാം, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാമ്പിൾ ആയിരിക്കില്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാരണങ്ങളാൽ ഏതെങ്കിലും കാരണവശാല് നമ്മുടെ സാമ്പിള് റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് പേഷ്യന്റിനെയും അറിയിക്കുക, ഡോക്ടറെയും ഇൻഫോം ചെയ്തിട്ട് വീണ്ടും അത് റീകളക്ട് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും റീകളക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാമ്പിൾസിന്റെ കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം, വായിച്ച് നമ്മളുടേതായ രീതിയിലോട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ.
complete ചെയ്തോ? Sample acceptance and rejection. Okay. Then next one, laboratory records. Then നാലാമതായിട്ട് പറയുന്നത് laboratory records ആണ്. All the released laboratory reports should be stored as per the national regulator needs. എല്ലാ റിപ്പോർട്ടുകളും നാഷണൽ റെഗുലേറ്ററി മീൻസ് ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നാഷണൽ റെഗുലേറ്റർ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ തയ്യാറാക്കേണ്ടത്. Then the records can be kept as a physical copies as an instrument printouts, photocopies. റെക്കോർഡ്സുകളെല്ലാം ഫിസിക്കൽ കോപ്പി ആയിട്ടും ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് ആയിട്ടും സൂക്ഷിച്ചിരിക്കണം. ഓർ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ സിസ്റ്റത്തില് കമ്പ്യൂട്ടറൈസ്ഡ് LIS-ലോ HIS-ലോ സൂക്ഷിച്ചിരിക്കണം. എന്താണ് LIS എന്ന് പറയുന്നത്? ഫുൾ ഫോം ചോദിക്കോ എക്സാമിന്? രണ്ടും ചോദിക്കാറുണ്ട്. LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. HIS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. എഴുതി വെച്ചോളൂ കേട്ടോ. LIS താഴെ കൊടുത്തിട്ടുണ്ട്. HIS എഴുതി വെക്കാം. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഫിസിക്കൽ കോപ്പീസ് ആയിട്ടും സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ സിസ്റ്റത്തിലോ LIS-ലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ റെക്കോർഡ്സുകൾ സൂക്ഷിക്കണം. ലബോറട്ടറിയിലെ റെക്കോർഡ്സുകൾ. മൂന്നാമതായിട്ട് പറയുന്നത് യൂസ് ഓഫ് LIS laboratory information system enables a laboratory to track specimens from receipt, processing, testing, reporting to storage. So LIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ആ ലബോറട്ടറിയിൽ വരുന്ന പേഷ്യൻസിന്റെ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന സാമ്പിൾസിന്റെയും ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകളൊക്കെയാണ് LIS-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ LIS-ന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ചെയ്യാനും അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്താനും എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റോറേജിലോട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് റിസൾട്ട് നോക്കാനും മറ്റും നമുക്ക് സാധിക്കും. നമ്മൾ ഫിസിക്കൽ കോപ്പി നോക്കുന്നതിനേലും എളുപ്പം തന്നെ ആ ഡേറ്റ് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് ഹെൽപ്ഫുൾ ആണ് കുറച്ചും കൂടി. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് LIS-ഉം HIS-ഉം പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ലബോറട്ടറി റെക്കോർഡ്സ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കിയത്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സില് സാമ്പിൾ ലേബിളിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ പറഞ്ഞു നെയിം, ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിമെൻ കൊടുക്കുക. ദെൻ ലേബലില് കൊടുക്കേണ്ട കാര്യങ്ങള്. ദെൻ റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസിഷൻ ഫോമില് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്. ദെൻ ലാസ്റ്റ് വൺ ലബോറട്ടറി റെക്കോർഡ്സ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് LIS-ഉം HIS-ഉം. Laboratory information system and hospital information system. Okay, then next one, laboratory records include but are not limited to the following. Laboratory records include ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Then but are not limited to the following. ഇതിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. കാരണം ഇതിൽ കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ മെയിൻ ആയിട്ടുള്ള laboratory records include ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നോക്കാം, ജസ്റ്റ് പോയിന്റുകൾ മാത്രമായിട്ടാണ്. പോയിന്റുകൾ നോക്കിയിരിക്കുക. റിക്വസ്റ്റ് ഫോംസ്, റിക്വസിഷൻ ഫോംസുകൾ ഉണ്ടാകും. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്.
റിപ്പോർട്ട്സിന്റെ റിസൾട്ടുകൾ ഉണ്ടാകും, ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ ഉണ്ടാകും, അതിന്റെ കോപ്പീസ്. Then instrument printouts. Then laboratory workbooks and worksheet. Laboratory workbook and worksheet. Laboratory register, calibration records and calculation factors. Equipments in the calibration records in the book. Then QC records, quality manual. Means the equipments in the Then incident books, corrective action reports. Incident book ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലോ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുന്ന ബുക്സ് ഉണ്ടാകും. Then corrective action plans മീൻസ് തിരുത്തൽ പ്രവർത്തന മീൻസ് എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ റിപ്പോർട്ട്സുകൾ. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ് അതായത് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ലബോറട്ടറിയിലേക്ക് നമ്മൾ തീർന്നു പോയിട്ട് പുതിയതായിട്ടുള്ള വാങ്ങിക്കാനൊക്കെ സാധനങ്ങളൊക്കെ എഴുതുമല്ലോ, അതിന്റെ ഒരു സ്റ്റോക്ക് കാർഡും അതുപോലെ സപ്ലൈ റെക്കോർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, സ്റ്റോക്കിൽ വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്. പേഴ്സണൽ റെക്കോർഡ്സ്, സ്റ്റാഫ് ട്രെയിനിങ്ങിന്റെ കമ്പറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. റെക്കോർഡ്സുകളാണ് അവിടെ സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകളാണ്. കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റിസൊല്യൂഷൻസ്. കംപ്ലൈന്റ്സുകൾ ഉണ്ടാകും, അതിന്റെ സൊല്യൂഷൻസ് പരാതികൾക്കുള്ള പരിഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇൻവെന്ററി ഓർ അസറ്റ്സ്. ഇൻവെന്ററി ഓർ അസറ്റ്സ് ആസ്തി, എന്തോരം ഉണ്ട് അവിടുത്തെ സാമഗ്രികള് സാധനങ്ങള് അതിന്റെ ലിസ്റ്റുകള്. സേഫ്റ്റി മാനുവൽ, പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ സേഫ്റ്റി ആയിട്ടുള്ള പ്രോട്ടോകോൾസുകൾ, ആ ഒരു സേഫ്റ്റി മാനുവൽ. ദെൻ ബഡ്ജറ്റ്സ്. ദെൻ SOPs. SOPs അറിയാലോ, എസ് എന്നുള്ളത് അവിടെ സ്മോൾ ലെറ്റർ ആണ് വരേണ്ടത്. SOPs എന്താണ് നമ്മൾ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. Then workload and surveillance reports. Workload and surveillance reports എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മീൻസ് നിരീക്ഷണ റിപ്പോർട്ടുകൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ നിരീക്ഷിക്കുന്ന റിപ്പോർട്ട്, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പൊ നമ്മൾ സാമ്പിൾ ശേഖരിക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്നു, അപ്പൊ അങ്ങനെയുള്ള എല്ലാ നിരീക്ഷണ റിപ്പോർട്ട്സുകൾ. ഓക്കെ, വായിച്ചു നോക്കിയ പോയിന്റ്സുകള് ജസ്റ്റ് പോയിന്റുകൾ മാത്രമുള്ള കേട്ടോ, അതൊന്ന് വായിച്ചു നോക്കാം. കാലിബ്രേഷൻ എന്ന് വെച്ചാലേ നമ്മൾ പറയില്ലേ ഇപ്പോ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാലിബ്രേഷൻ. അതായത് ഇപ്പൊ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആണെങ്കിൽ എത്രത്തോളം ഉണ്ട് അതിന്റെ കാലിബ്രേഷൻ. എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂസർ മാനുവൽ പോലെ. QC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ക്വാളിറ്റി മാനുവൽ, അതായത് അവിടുത്തെ ഗുണനിലവാര മാനുവൽ. ഓരോ എക്യുപ്മെന്റ്സിന്റെ ആയിട്ടുണ്ടെങ്കിലും ഓരോ ടെസ്റ്റുകളുടെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ള റെക്കോർഡ്സ്. സർവൈലൻസ് എന്ന് വെച്ചാല് നിരീക്ഷണ റിപ്പോർട്ട് കേട്ടോ, നിരീക്ഷണ റിപ്പോർട്ട്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഡേ ടു ഡേ ഉള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ട് അത് എഴുതുന്ന റിപ്പോർട്ട്സ്. ഓക്കെ, പോയിന്റ് ആണ്, പോയിന്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. Then next, safety in laboratories. ഈ ഒരു സെക്ഷനും കൂടി ഒന്ന് എടുക്കാം കേട്ടോ. Personnel who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. ഒരു ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് പലതരം റിസ്കുകളാണ് നമ്മൾ ഒരുപാട് റിസ്കുകൾ തരണം ചെയ്യേണ്ടവരാണെന്ന്
കെമിക്കൽസ് ഉണ്ട്, അവിടെ ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ഉണ്ട്, ഫയർ ഡേഞ്ചർ സംഭവിക്കാം, ഇലക്ട്രിക്കൽ ഷോക്ക് വരാം, ഗ്യാസ് ലീക്ക് തുടങ്ങിയ പല റിസ്കുകൾ അവര് ആ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. The environment is also at risk of being contaminated by dangerous materials used and waste generated in the laboratory. അപ്പോ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് മാത്രമല്ല റിസ്ക് അനുഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ എൻവയോൺമെന്റും കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, മലിനപ്പെടുന്നു. എങ്ങനെയെല്ലാം? ഡേഞ്ചറസ് മെറ്റീരിയൽസ്, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽസ് മൂലവും, then വേസ്റ്റ് ജനറേറ്റഡ്, ലബോറട്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റുകൾ മൂലവും എൻവയോൺമെന്റ് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Policies should define the use of shards, disposal of bio-waste, reagents, shard, and other waste involved in the laboratory according to the local and national regulations. എന്താണ് പറയുന്നത്? പോളിസീസ് ഷുഡ്, ഷാർഡ് വേസ്റ്റുകളും ഡിസ്പോസൽ വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റുകളും അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ്, മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാൻ. നമ്മൾ പഠിച്ചില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചോ നിങ്ങള്? അപ്പൊ അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, ഓരോ വേസ്റ്റ് കണ്ടെയ്നറിൽ അതാത് കളർ കോഡുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കുക അല്ലെ. അപ്പൊ ഇതെല്ലാം ആ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. It is necessary to train all personnel in standard precautions. എല്ലാ അവിടെയുള്ള വർക്കേഴ്സിന് നമ്മളൊരു ട്രെയിൻ ചെയ്യണമെന്ന്. എങ്ങനെ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ഇങ്ങനെയുള്ള അപകടങ്ങളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ മുൻകരുതലുകൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. Safety in laboratories therefore include protection of both personnel and the environment from dangerous materials. അപ്പൊ പേഴ്സണലിന് മാത്രമല്ല എൻവയോൺമെന്റിനെയും കൂടി നമ്മൾ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ നൽകണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലബോറട്ടറിയിൽ സേഫ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്നാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ഓക്കെ ആണോ? സേഫ്റ്റി ലബോറട്ടറീസ് വരെയായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഇനി എടുക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ക്ലാസ് ഉണ്ടല്ലോ നമുക്ക് നാളെ ബാക്കി പോർഷൻസ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇത്രയും മതിയേ? ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറായി പോകുമോ? ഓക്കെ ആണോ? എടുത്ത് അത്രയും ക്ലിയർ ആണോ? ഓക്കെ, എടുത്ത് അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ബോറടിച്ചോ? ഉറങ്ങിപ്പോയോ കുറച്ചുപേര്? ഓക്കെ, കുഴപ്പമില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് ഇല്ല കേട്ടോ, കാരണം ടീച്ചർ 2 എക്സ്റ്റെൻഡ് ചെയ്തിട്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ നന്നായിട്ട് വായിക്കുക, നമ്മൾ എടുത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. നമുക്ക് അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ദെൻ റിവിഷൻ ഒക്കെ തനിയെ ചെയ്യാത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ നടക്കുക. ഓക്കെ, പിടുത്തത്തിൽ നന്നായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു ആൾ. ഇനി നമുക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ല.